യാതൊരു സംശയവും വേണ്ട. കാരണം സുരേഷ് ഗോപി ജയിച്ച അന്ന് മുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാനുള്ള പരിശ്രമം രാഷ്ട്രീയ പ്രതിയോഗികൾ പരിശ്രമിക്കാറുണ്ട്. കാരണം ഇതിനു മുമ്പ് പലതരം വിഷയങ്ങളും ഇല്ലാത്ത വിഷയങ്ങളൊക്കെ തന്നെ ഊതിപ്പെരിപ്പിക്കുന്നതിന്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി വാഗ്ദാനം കൊടുക്കൽ മാത്രമല്ല സഹായം ചെയ്തതിനെ കുറിച്ച് ഇന്നേവരെ ഇത്തരം ആളുകൾ പ്രതികരിച്ചതായി കണ്ടില്ല. കലുങ്ക് സംവാദം എന്ന പേരിൽ അദ്ദേഹം സംഘടിപ്പിച്ച പരിപാടി ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് നേരിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇത് വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ അപ്പുറത്ത് ഈ നാടിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പരിപാടിയുമായി മുന്നോട്ട് പോയത്. അതിനെ തുരങ്കം വയ്ക്കാനും അതിനെ അപമാനിക്കാനും വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത്തരം വാർത്തകൾ ഉണ്ടാക്കലാണ് മറ്റ് ആളുകളുടെ ലക്ഷ്യം. അത് അദ്ദേഹം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച അന്നു മുതൽ തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഇല്ലാത്ത ആരോപണങ്ങള് ഈ വിജയത്തെ കരിവാരി തേക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന അദ്ദേഹത്തെ കരിവാരി തേക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ്. കാരണം അദ്ദേഹം ചെയ്ത തരത്തിലുള്ള വീട് വെച്ചതായാലും ചികിത്സാ സഹായമായാലും മറ്റു പലതരത്തിലുള്ള എത്രയോ നൂറുകണക്കിന് സഹായങ്ങൾ അത് വാർത്തയാക്കാൻ തയ്യാറാകാത്ത ആളുകൾ ഇത്തരത്തില് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് മനഃപൂർവ്വം ഇത്തരം വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹം എല്ലാ നിവേദനങ്ങളും അദ്ദേഹം തന്നെ സ്വീകരിക്കണമെന്ന പിടിവാശി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് നിവേദനങ്ങൾ സ്വീകരിക്കാറില്ല. അദ്ദേഹത്തിന്റെ എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കാൻ അദ്ദേഹം പരിശ്രമിക്കാറുണ്ട്. പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വിജയം അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും വിവിധ കോണിൽ നിന്ന് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ വ്യക്തിഹത്യ ചെയ്യുക എന്നൊരു ലക്ഷ്യം ഇപ്പോൾ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലടക്കം അങ്ങനെ ഒരു പ്രചരണമാണ് നടക്കുന്നത്. സുരേഷ് ഗോപി ഒരു ധിക്കാരിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും സിനിമയിലാണ് ജീവിക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞ് ഒരു സംഘടിത നീക്കം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു പദവി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതില് അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വീട് വെച്ചു കൊടുക്കാനാണെങ്കിൽ നിരവധി ഭരണകർത്താക്കൾ അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് MLA അടക്കമുള്ള ആളുകൾ അതിനുവേണ്ട നടപടി സ്വീകരിച്ചില്ല? മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പെൻഷൻ നേരിട്ട് കൊടുക്കുന്ന പരിപാടി സുരേഷ് ഗോപിയുടെ ഈ വിഷയം ഇവർ പ്രചരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലെ ആളുകൾ സഹായവുമായി എത്തുന്നത്. എന്തായാലും അദ്ദേഹം തന്നെ അതിന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വാർത്ത വന്നതിന് ശേഷം ഒരാൾക്ക് വീട് കിട്ടുന്നതാണെങ്കിൽ ഒരാൾക്ക് ധനസഹായം കിട്ടുന്നതാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാനാണ് അദ്ദേഹം തയ്യാറായത്. അദ്ദേഹം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എല്ലാ മേഖലയിലും ഇത്തരം ആളുകളുമായി നേരിട്ട് സംവദിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം കേരളത്തിലും ഈ പരിപാടി സംഘടിക്കുമെന്ന് പറയുന്നു. ഏത് MP ആണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്? ജനങ്ങളുമായി നേരിട്ട് വികസനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്? അതിനെ മറച്ചു വെക്കാൻ വേണ്ടി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ മുന്നേറ്റത്തെ തടയാൻ വേണ്ടി മനഃപൂർവ്വം രാഷ്ട്രീയ ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നതാണ്. ഇപ്പം ഈ ആശയം അല്ലെങ്കിൽ ഈ ഒരു സംഗമത്തിൻ്റെയൊക്കെ ആശയം വളരെ നല്ലൊരു ആശയം തന്നെയാണ്. ഇതൊരു പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രിയൊക്കെ തന്നെയും ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരികയും അതിൽ ജനപങ്കാളിത്തമൊക്കെ നടത്തുന്നതും ഒക്കെ തന്നെയും വളരെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. BJP-യുടെ നേതൃത്വത്തിൽ ഈ ഒരു പരിപാടി ഇനിയും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ജില്ലകൾ തോറും നടത്തുന്ന കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ടോ? അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കേരളം മുഴുവൻ നടത്താൻ അദ്ദേഹം തയ്യാറാവും. അതിന് ആഗ്രഹമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അതിന് പരിപൂർണമായ പിന്തുണ നൽകും. കാരണം തൃശ്ശൂർക്കാരനെ സംബന്ധിച്ച് തൃശ്ശൂരില് സുരേഷ് ഗോപി വിജയിച്ച അന്ന് മുതൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടു. 5 വർഷക്കാലം അദ്ദേഹം പരാജയപ്പെട്ട MP വിജയിച്ച MP-യേക്കാൾ കൂടുതൽ തവണ തൃശൂർ പാർലമെന്റിൽ ജനങ്ങളുമായി ഇടപഴകാനും പ്രവർത്തിക്കാനും തയ്യാറായ വ്യക്തിയാണ്. ആ തൃശ്ശൂർ വിജയിച്ച അന്നത്തെ MP 4.5 കൊല്ലത്തോളം തൃശ്ശൂർക്കാർ കണ്ടിട്ടേയില്ല. അത്തരം ആളുകളാണ് ഇന്ന് ഇദ്ദേഹത്തിനെ പരാജയപ്പെട്ടിട്ടും ആ പാർലമെന്റ് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യം ഉറപ്പിച്ച് അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും അദ്ദേഹം ഇത്തരം പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലേക്കും അദ്ദേഹം കടന്നു ചെല്ലാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം. അത് ചില വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിനെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് ആ പ്രചരണം നടത്തി അന്ന് തന്നെ ഇവിടുത്തെ ആളുകൾ ചെല്ലുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു.
ആ മേഖല ഭരിക്കുന്ന ആളുകൾ, അവിടുത്തെ MLA അടക്കമുള്ള ആളുകളുടെ പാർട്ടിക്കാരാണ് അവിടെ ഭരണം നടത്തുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാലം വീട് വയ്ക്കാൻ സാധിച്ചില്ല? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുകൾ പെൻഷൻ കൊടുക്കാൻ തയ്യാറായി. ബൂത്ത് പ്രസിഡന്റാണ് അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാലം പെൻഷൻ കൊടുക്കാൻ തയ്യാറായില്ല? അപ്പോൾ ഇത് സുരേഷ് ഗോപിയുടെ പേരിലാണ് നടന്നെങ്കിൽ അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ജനങ്ങളുമായി സംവദിക്കാനും അവരുടെ അഭിപ്രായം തേടാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഈ പരിപാടി അദ്ദേഹം സംഘടിപ്പിച്ചതെന്ന് വളരെ വ്യക്തമാക്കിയതാണ്. അതിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.